മരുന്നടിച്ചാൽ മാത്രം കായ്ക്കുന്ന ചില വെറൈറ്റികൾ ഇട്ടാ എല്ലാ മാവുകളെല്ലാം പറഞ്ഞ എല്ലാ ലോങ്ങുകളല്ല പറഞ്ഞത് ചില വെറൈറ്റികൾക്ക് അതിൻ്റെ കൂടെ മരുന്നും കുപ്പി നമ്മൾ തൂക്കി നടക്കണം എന്നാലേ അതൊക്കെ കായ്ക്കുള്ളൂ. ഇതിപ്പോൾ ഈ വർഷം നമ്മുടെ അടുത്ത് കായ്ച്ച ഒരു പുതിയ ഐറ്റം മാങ്ങയാണ്. പേര് ഞങ്ങൾക്കറിയില്ല. ഡോക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഹാർട്ട് രോഗ അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് പരിചയമുള്ള ആളുകളാണ്. ഇവിടെ നിന്ന് ഡോക്ടർ ഒരുപാട് തൈകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടർ തന്നെ പറയും. മൊയ്തീൻക്കറിലൊരു എക്സ്പെർട്ടാണ്. നമ്മളിപ്പോൾ ഓരോ സ്പെഷ്യാലിറ്റി എക്സ്പെർട്ട് പോലെ എല്ലാ നഴ്സറി സംബന്ധമായ ഡൗട്ടുകൾക്കും നമുക്ക് പ്ലാന്റ് ഏതാ സെലക്ട് ചെയ്യേണ്ടത്, ഏത് മാവ്, റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, ജബോട്ടിക്ക വാങ്ങും മൊയ്തീൻക്കരോട് ചോദിച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് കുറച്ച് ഫ്രൂട്ട് കൃഷിയൊക്കെ ചെയ്യുന്നത്. ഹീസ് എൻ എക്സ്പെർട്ട്. സോ അതുകൊണ്ട് ഐ എം ഹാപ്പി. അപ്പോൾ എൻ്റെ ഡൗട്ടായാലും പുതിയ പ്ലാന്റ് വേണമെങ്കിൽ ഞാൻ ഇവിടെ നേരിട്ട് വരാം. നാട്ടിക ബീച്ച്, തൃശ്ശൂരുള്ള സ്ഥലമാണ്. കോഴിക്കോട് പോണ വഴിയിൽ ഇടയ്ക്ക് കളക്ട് ചെയ്യും, പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ വരും. സാറ് അതായത് നഴ്സറികളുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്. മണ്ണുത്തി നഴ്സറികളുടെ നാടാണ്. പല നഴ്സറി ചെന്നാൽ നമുക്ക് ഒരു എക്സ്പെർട്ടിനെ കിട്ടാറില്ല. നമുക്ക് ഡൗട്ട് ചോദിക്കുമ്പോൾ നമുക്ക് അവർ തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഏത് വെറൈറ്റി വേണം, എങ്ങനെയാണ് നടണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ സ്ഥിരം വരാനുള്ള കാരണം. ഇവിടെ പിന്നെ ആ ഒരു കൺഫ്യൂഷൻ ഇല്ല. പ്ലാന്റിന്റെ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞുതരും. നമ്മളെ ചക്കരക്കുട്ടിയുടെ ജ്യൂസ് അല്ലേ? മധുരം ഇടേണ്ടി വന്നിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? നല്ല മധുരമുണ്ട്. അടിപൊളി. നമ്മളൊരു നാട്ടുമാങ്ങന്റെ ഒരു കോമാങ്ങയുടെ ഒക്കെ പോലത്തെ അതേമാതിരി കൊള്ളാം. ഇത് ചെറുനാരങ്ങ. ഇതാണ് ഇനി കട്ട് ചെയ്തിട്ട് പേരുണ്ടോ? എങ്ങനെ ഇതിന്റെ പേര് ഉണ്ട്. നമ്മളെ സീഡ്ലെസ് ലെമൺ തന്നെയാണ് ആരുടെ ഗ്രൂപ്പിൽ പെട്ട സീഡ്ലെസ് ലെമൺ. ഇതാണ് ഇപ്പൊ നമ്മളെ ഡോക്ടർ തന്നെ റിവ്യൂ പറയാൻ പോകട്ടെ. സീഡ്ലെസ് ലെമൺ എന്താ, ഇതാണ് സീഡ് ഉണ്ടാവില്ല. ഒന്ന് കയ്യിലേക്കൊന്ന് പിഴിഞ്ഞത് നോക്കി, നല്ല നീര് ഒന്ന് കയ്യിലേക്കൊന്ന് പിഴിഞ്ഞ് നോക്കി, ഇങ്ങനെ നല്ല അമർത്തണം ഒന്ന്. ഇല്ല, ഒരുപാട് നീരുണ്ട്. അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. ഞാൻ മൊയ്തീൻ പടിഞ്ഞാറേവളപ്പിൽ. ഞങ്ങളുടെ സ്ഥലം എല്ലാ വീഡിയോയിലും പറയലുണ്ട്. മലപ്പുറം ജില്ലയിൽ തിരുനാവായ അടുത്ത് പെട്ടെന്നടക്കാവ് എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീട്. നമ്മളിപ്പോൾ ഇവിടെ വീട്ടിലൊരു 400 ചില്ലാൻ വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ തൈകൾ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇവിടെ അത്യാവശ്യം നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഫ്രൂട്ട്സുകളിൽ മാത്രം തൈകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ബെഡ് ലെയറും ഗ്രാഫ്റ്റും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഹോം ഗാർഡൻ ആണല്ലേ നമ്മളത്? ഹോം ഗാർഡൻ ആണ്. വീട്ടില് നമ്മൾ ഗാർഡനും അതേപോലെ ചെറിയ രീതിയിൽ ഒരു നഴ്സറിയും കൂടി അങ്ങനെ പറയാം. കാരണം ലിമിറ്റഡ് തൈകളേ ഉള്ളൂ. ബൾക്കായിട്ട് 100-200 തൈകൾ നമ്മളെ കൂടുതൽ കൊടുക്കാനോ 100-200-500 ഒന്നും ഇല്ല. കൊറിയറിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ? കൊറിയറും ഡെലിവറി ഇല്ല. നമുക്ക് ഇവിടെ വന്ന് കണ്ട് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് എടുക്കാനുള്ള സൗകര്യം ഉണ്ട്. അതിന് കാരണം കൂടി ഞാൻ 1-2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളൊരു കാരണം ഈ കൊറിയർ ഡെലിവറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ നമ്മൾ വന്നിട്ട് അവരെ സന്തോഷത്തിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കണമെങ്കിൽ വന്നെടുക്കുക തന്നെ വേണം. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു തൈ കാണിച്ച ഒരു 10 ഉദാഹരണമായിട്ട് ഒരു 10 തൈ അല്ലെങ്കിൽ 100 തൈയോ ഒരു മാവിൻ്റെ തൈ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ വന്നെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നോക്കിയില്ല നമ്മൾ എടുക്കുക. അതല്ല നമ്മളത് കൊറിയറോ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു തൈ എടുത്തിട്ടല്ലേ വിടുക. അപ്പോൾ അത് ആ കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല. ഏതെങ്കിലും ഒരു തൈ എടുത്ത് വിടുമ്പോൾ അപ്പോൾ അവർ വന്നെടുക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പാണത്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടെടുത്ത് നമുക്ക് സന്തോഷമായി, അവർക്ക് സന്തോഷമായി. ഇപ്പോൾ എവിടെയും കാണാത്തൊരു വെറൈറ്റി മാങ്ങ ഉണ്ട്, അതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമുക്കിന്ന് റിവ്യൂ ചെയ്യാം. പക്ഷെ പഴുത്തിട്ടില്ല, നമുക്കൊന്ന് കാണാം. പഴുത്തിൻ്റെ ശേഷം നമുക്ക് അതിൻ്റെ റിവ്യൂ ചെയ്യാം. മുമ്പ് നമ്മൾ സൂപ്പർ ക്യൂനും ഇതൊക്കെ വലിയ വലിയ മാങ്ങകളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് റിവ്യൂ ചെയ്യും പഴുത്തിന് ശേഷം. രഞ്ജനാണ് ഈ കാര്യം റിവ്യൂ ചെയ്യണത്. നമുക്ക് എന്തായാലും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ഒന്ന് കാണിക്കാം. ഇവിടെ 1-2 ഐറ്റം പുതിയതുണ്ട്. ഞങ്ങളെ ഈ പരീക്ഷണത്തിൽ ഉണ്ടാക്കിയെടുത്ത മാങ്ങകൾ തന്നെയാണ്. എല്ലാ സമയത്തും നമ്മളെ മൊയ്തീൻഖാൻ്റെ ഫാമിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ജബോട്ടിക്ക. അപ്പോൾ ഇതേപോലെ നിൽക്കുന്നത് കേട്ടോ. അതും മുറ്റത്ത് ഇങ്ങനെ മനോഹരമായി അണിയിച്ചൊരുക്കിയിട്ട് തന്നെ മൊയ്തീൻഖ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളെ റംബൂട്ടാൻ എല്ലാ സമയത്തും എനിക്ക് തോന്നുന്നു ഇവിടെയാണ്, ഞാൻ അധികം പോകുമ്പോഴും ഇവിടെയാണ് പഴുത്ത റംബൂട്ടാനുകൾ ആദ്യം കാണാറുള്ളത്. അപ്പോൾ മൊയ്തീൻഖാൻ്റെ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു ഗാർഡനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മൊയ്തീൻഖ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ, ഏതൊക്കെ വെറൈറ്റീസ് തീർച്ചയായിട്ടും എന്തൊക്കെയാണെന്ന് നോക്കല്ലേ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളെ ഗോൾഡൻ നാംഡോക്കുമായി
അതിൻ്റെ ഒറിജിനൽ എന്നറിയാം ഗോൾഡൻ നാംഡോക്കുമായി. അതായത് പക്ക കവർ ഇടാതെ മഞ്ഞ കളറാവുന്നത്. കവർ ഇട്ട് കൊടുത്താൽ ഏത് നാംഡോക്കുമായും ഗോൾഡൻ കളറാവും. ഓ അതാണ് ഗ്രീനും ഏതും. അപ്പൊ ഇത് നമ്മൾ ചെറിയൊരു ചട്ടി ആ. എന്നൊക്കെ പറയല്ലേ, ആ, ഈ ചട്ടിയിൽ 20 ഇഞ്ച് ചട്ടിയിലാണ് ഇപ്പൊ ഇത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നും മാത്രല്ല കേട്ടോ, ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട്, കുറെ പൊട്ടിച്ചിട്ടുണ്ടായിമെന്ന്. ഓക്കെ. അപ്പൊ ഈ തൈ നമ്മൾ കൊടുക്കോ? ഈ തൈയില്ല, ഇതിന് ചെറിയ തൈകളുണ്ട്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി ഉള്ള സെയിം ക്വാളിറ്റി ഉള്ള തൈകൾ കൊടുക്കാണ്ടെന്നാ പറയണല്ലേ? അതായത് ഇപ്പൊ ഗോൾഡൻ നാംഡോക്കുമായി എന്ന് പറഞ്ഞാൽ ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗ്രീനാണ്. ഗ്രീൻ ആണ് കൊടുക്കുക. അത് പിന്നെ കവറിട്ട ഗോൾഡ് ആവും. ആ ഓക്കെ ഓക്കെ. ഇതിന്റെ പ്രത്യേകത ഇത് കണ്ണിമാങ്ങ ആവുമ്പോ തന്നെ ഗോൾഡൻ കളർ ആയിരുന്നു. ഇതിപ്പോ എത്ര വർഷം പഴക്കമുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്? ഇതൊരു 3.5-4 വർഷത്തോളം അയക്കണ്. 4 വർഷം പഴക്കം ഈ ഒരു പ്ലാന്റ് അയക്കണ്. ഇപ്പൊ ചിലവർ പറയും ഓ അതിന് 4 വർഷം ഒന്നും വേണ്ട, 2 വർഷം. അപ്പം നട്ടു വളർത്തുന്നവർക്ക് അറിയുള്ളൂ ഇപ്പൊ എത്ര വർഷം അയക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, അവിടെ ഒരു നാംഡോക്കുമായി 7 വർഷം അയക്കണെന്ന് പറഞ്ഞ്. നമ്മുടെ അടുത്തൂടെ 10 വർഷമായ നാംഡോക്കുമായി ഉണ്ട്. ഈ 10 വർഷം 7 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ തൈയിന്റെ വളർച്ചക്കനുസരിച്ചിരിക്കും. ചില തൈകൾ എന്ന് പറഞ്ഞാൽ 2 വർഷം 3 വർഷം കൊണ്ട് നല്ലോണ്ട് വലുതാവും. ചില തൈകൾ 8 വർഷമായാലും കൂടുതൽ വലുപ്പം ഉണ്ടാവില്ല. അപ്പോൾ അത് വളർത്തുന്നവനക്കറിയാം ഇത് എത്ര വർഷം അയക്കണം എന്നുള്ളത്. അത് വളർത്താത്തവർ ഇങ്ങനെ കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഓക്കെ. ഇതിനിപ്പോൾ പുഴുക്കേടോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മൾ നോക്കാനുണ്ടോ? ഇതിന് വലിയൊരു പുഴുക്കേട് കണ്ടിട്ടില്ല. നാംഡോക്കുമായിക്ക് പൊതുവേ പുഴുക്കേട് കുറവാണ്, പക്ഷെ പുഴുക്കേടുള്ള മാങ്ങ ഉണ്ട്. പൊതുവേ പുഴുക്കേട് നമ്മൾ കണ്ടിട്ടില്ല. നാച്ചുറൽ കളർ കുറവാണല്ലേ? ഇതൊക്കെ നമുക്ക് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം വരെ നമുക്ക് ഇത് ഇരിക്കും? ഇത് നമ്മള് പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇരിക്കൂല. നമ്മളെ സാധാ മാങ്ങേന്റെ അതേ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ. നമുക്ക് നന്നായിട്ട് സെലക്ട് ചെയ്യാതെ നമ്മളെ മണ്ണും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു വെറൈറ്റിയും കൂടിയാണ്. അത് ശരിയാണ്. അപ്പൊ നമുക്ക് അതിന്റെ തൊട്ടടുത്ത് തന്നെ ലൂബിയാണ്. അത് സ്വീറ്റ് ലൂബിലെ കുറച്ച് വലിയ ടൈപ്പ് ലൂബിയ. സെയിം പ്ലംസ് ഇതാ. ഓ, സെയിം പ്ലംസിന്റെ കളറാണ് വരുന്നത്. നല്ല ബ്ലാക്ക് കളറിലാണല്ലോ വരുന്നത്. ബ്രൗണിൽ വന്നിട്ട് പിന്നെ ബ്ലാക്ക് ആവുകയാണ്. ബ്ലാക്ക് ആയതിനു ശേഷം അത് മധുരം ഉള്ളൂ, ടേസ്റ്റും ഉള്ളൂ. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ? തീർച്ചയായിട്ടും അതൊന്ന് പൊട്ടിച്ച് നോക്ക്. ഇപ്പൊ നമ്മളത് കൈയിന്റെ ഉള്ളനടി വെച്ചിട്ടുണ്ടോ ഇത്രയും സൈസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ സീറ്റ് ലൂബി ബ്ലാക്ക് എന്നൊക്കെ പറയാം, വലിയ സീറ്റ് ലൂബി. എങ്ങനെയുണ്ട്? സെയിം പ്ലംസ് ആണ്, നല്ല മധുരം കേട്ടോ. ഇതാണ് ഇപ്പൊ ഇതിന്റെ ഉൾവശം വരുന്നത് കേട്ടോ. സെയിം പ്ലംസ് അതേപോലെ തന്നെ അതേ ടേസ്റ്റിലും അടിപൊളി ഒരു വെറൈറ്റി ആണ്. അപ്പൊ ഇതാണ് നമ്മളെ ലൂബിന്റെ റിസൾട്ട് അല്ലേ? റൂബിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് അതാണ്. ലൂബിയിൽ സീറ്റ് ലൂബിൽ ഒരുപാട് ലൂബിൽ ഉണ്ട്. അതിലേറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത്. അതിൻ്റെ ഇല കണ്ടാലും മാറ്റങ്ങൾ ഉണ്ടാവും. ഇതേമാതിരത്തെ ഇല ആയിരിക്കും. അറിയണവനക്ക് അറിയും, അല്ലാത്ത നട്ടം തിരിന്ന് പറഞ്ഞ മാതിരിയാണ്. ഇതാണ് ഇല. അതിപ്പോ ഈ മേഖലയിൽ തന്നെ ഒരു 90% ചതി ഉള്ളൊരു മേഖലയാണ് ഈ നഴ്സറി മേഖല എന്ന് പറഞ്ഞത്. അതായത് തൈകൾ വിൽപ്പന എന്ന് പറഞ്ഞത്. എല്ലാത്തിലും ഡൂപ്ലി ഒറിജിനലും ഉണ്ട് ഈ തൈകൾ എല്ലാത്തിലും. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ ലോങ്കണ് ഞാൻ എനിക്ക് കാണിച്ചു തരാം. ഏറ്റവും നല്ലൊരു ലോങ്കണ് ഞാൻ കാണിച്ചു തരാം. ആ ലോങ്കണ് ഇവിടെ ഡയമണ്ട് റിവർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഡൂപ്ലി ഉണ്ട്, ഒറിജിനലും ഉണ്ട്. അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കായ് പിടുത്തം അത്ര റിസൾട്ടാണ്. ഇത് ബ്ലാക്ക് ലീഫ് ലോങ്കണാണ്. ഇത് അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടല്ലോ. ഉണ്ട്. അതിൻ്റെ ബാക്കിലുണ്ട്, നിറച്ച് കായ്ച്ചിട്ടുണ്ട്. അതാ ആ ബാക്കിലുണ്ട്, അതാ അവിടെ ഒക്കെ ഉണ്ട്. ആ ബാക്ക് സൈഡിലേക്ക് ഉണ്ട് കേട്ടോ. പക്ഷെ ചില ലോങ്കണുകൾക്ക് ഇവിടെ മരുന്നടിച്ചാൽ മാത്രമേ കായ്ക്കുള്ളൂ. അങ്ങനെയുണ്ടല്ലോ. ഉണ്ട്. അതൊന്നും വാങ്ങി നടാതിരിക്കുക. ഇതിപ്പോൾ പിങ് പോങ് എന്ന് പറഞ്ഞ ലോങ്കണാണ്. ഇതിൻ്റെ ഇത് നല്ല വലിപ്പം ഉണ്ടാവും. നമ്മൾ ലോങ്കണ് നടുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് വെറൈറ്റി പെട്ടതാണ് വൈറ്റ് ലോങ്ങണ്, പിങ് പോങ്. പിന്നെ വാണിജ്യ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് ലോങ്ങൺ എന്ന് പറഞ്ഞ ലോങ്ങനാണ് ഇപ്പോൾ ഈ ലോങ്ങണ്. ഇത് അതായത് ഡയമണ്ട് റിവർ എന്ന് പറയും. പക്ഷേ ഡയമണ്ട് റിവർ എന്ന് പറഞ്ഞാൽ നഴ്സറിയിലൊക്കെ അല്ലെങ്കിൽ കടകളിലൊക്കെ ചോദിച്ച് ചെന്നാൽ ഇത് കിട്ടൂല. ഇതിൻ്റെ ഒരു 2 ഐറ്റം ഉണ്ട്, ഡൂപ്ലി ഉണ്ട്, ഒറിജിനലും ഉണ്ട്. ഇതുമേ അതിന് പറയാൻ കാരണം ഇപ്പോൾ കാണുന്നവർക്ക് കണ്ടാൽ മനസ്സിലാവും, അല്ലെങ്കിൽ പിന്നെ അറിയാത്തൊരു എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പറയും. ഇതിൽ കണ്ടാൽ അറിയാം ഈ പൂവിട്ട് കഴിഞ്ഞാൽ ആ പൂ മുഴുവൻ കായ് പിടിക്കുന്ന ഒരു ലോങ്കണാണിത്. അത് ഒന്നുമില്ലല്ലേ? ഇല്ല, ഒരു കൊഴിഞ്ഞു പോക്കും ഇല്ല. നിറയെ കായ് പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതായത് മാർക്കറ്റ് ലോങ്ങൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് വെറൈറ്റി ലോങ്ങൺ ആണിത്. ശരിക്ക് അറിയണവനക്ക് കണ്ടാൽ അറിയാം.
എല്ലാ ഭാഗത്തും അത്തരം റിസൾട്ട് നിറച്ച് നമ്മളെ മാവ് പൂത്ത മോഡൽ പൂക്കും, അത് മുഴുവൻ കായായി മാറും ചെയ്യും. ഇതാണ് ഏറ്റവും ടോപ്പ് ലോങ്ങണ് നമ്മളെ അഭിപ്രായത്തിൽ. ഞങ്ങൾക്ക് കണ്ടിൽ മനസ്സിലാക്കിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഇവിടെ എല്ലാ ലോങ്ങണുകളും ഉണ്ട്. ഇവിടെ വൈറ്റ് ലോങ്ങൺ ഉണ്ട്, ഫോർ സീസൺ ഉണ്ട്, ഡയമണ്ട് റിവർ ഉണ്ട്, പിങ് പോങ് ഉണ്ട്, ഡബിൾ ലോങ്ങൺ ഉണ്ട്, എഡുവുണ്ട്, എഡുവ സ്റ്റാർ ഉണ്ട്, ഷോഗൺ ഉണ്ട്. ഇങ്ങനെ ഒട്ടനവധി ലോങ്ങണുകൾ ഇവിടെ ഉണ്ട്. അതിലൊക്കെ ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയത് വൈറ്റ് ലോങ്ങണും പിങ് പോങ്ങും ഈ ലോങ്ങണുമാണ്. നമ്മൾ ലോങ്ങന് തൈകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കാണ്ട്. അതിൽ നല്ല തൈകൾ നോക്കി സെലക്ട് ചെയ്താലേ നമുക്ക് അതിനുള്ള അനുസരിച്ചുള്ള കായ്ഫലം കിട്ടുള്ളൂ. റിസൾട്ട് എന്നാലേ കറക്റ്റ് ആവുള്ളൂ. കറക്റ്റ് ആവുള്ളൂ. അതിന് കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ എല്ലാത്തിലും ഡൂപ്ലി ഒറിജിനലും വരുന്നുണ്ട്. നമുക്ക് എല്ലാ ലോങ്ങൻ നോർമൽ വളങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാഴ്ച കിട്ടുമോ? കായ്ക്കൂല. ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ മരുന്നടിച്ചിട്ട് മാത്രം കായ്ക്കുന്ന ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. അതിൽപ്പെട്ട ലോങ്ങണും ഉണ്ട്, മാവുകളുണ്ട്, പിന്നെ മറ്റുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. മരുന്നടിച്ചാൽ മാത്രം കായ്ക്കുന്ന ചില വെറൈറ്റികൾ ഇട്ടാൽ, എല്ലാ മാവുകളല്ല പറഞ്ഞത്, എല്ലാ ലോങ്ങണുകളല്ല പറഞ്ഞത്, ചില വെറൈറ്റികൾക്ക് അതിൻ്റെ കൂടെ മരുന്നും കുപ്പി നമ്മൾ തൂക്കി നടക്കണം, എന്നാലേ അതൊക്കെ കായ്ക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഏതൊരു തൈ ഫ്രൂട്ട്സ് തൈ തിരഞ്ഞെടുക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മളെ നാച്ചുറൽ കാലാവസ്ഥയിൽ, ഈ കാലാവസ്ഥയിൽ അത് അതിൻ്റെതായ ഇഷ്ടത്തിന് കായ്ക്കണം. അല്ലാതെ നമ്മളതിനെ ബൂസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന് കുറേ മരുന്നടിച്ചിട്ടോ കായ്പ്പിക്കലല്ല വേണ്ടത്. അത് അതിൻ്റെതായ ഇഷ്ടത്തിന് നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഫ്രൂട്ട്സുകൾ മാത്രം തിരഞ്ഞെടുത്ത് നടാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് അതിനുള്ള പൂർണ്ണ വളർച്ച എത്തിയ ഒരു മരമാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കായ്ഫലം കിട്ടുകയും ചെയ്യും. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ ഈ വർഷം നമ്മുടെ അടുത്ത് കായ്ച്ച ഒരു പുതിയ ഐറ്റം മാങ്ങയാണ്. പേര് ഞങ്ങൾക്കറിയില്ല, പക്ഷേ കണ്ടിട്ട് നല്ല വെയിറ്റും ഉണ്ട്. ഒരു 1.5 കിലോ വരെ വെയിറ്റ് വരുന്ന ഒരു രൂപത്തിലാണ് ഇത് കാണുന്നത്. ആദ്യമായിട്ട് കായ്ക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പൂട്ടിയിരുന്ന് കായ പിടിച്ചില്ല. ഈ പ്രാവശ്യം കായ പിടിച്ച് ഒരു 5-6 മാങ്ങ ഉണ്ടായിരുന്നു. അതിൽ 3-4 ചാടിക്കിടന്ന് ഞങ്ങളത് നോക്കുമ്പോൾ അത് മൂക്കണതിന് മുമ്പേ ചെറുതാകുമ്പോൾ തന്നെ ചാടിക്കിടന്നപ്പോൾ ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇതിങ്ങനെ വളർന്ന് വന്നപ്പോഴാണ് ഇതിൻ്റെ വലിപ്പം എത്ര ഉണ്ടെന്ന് അറിഞ്ഞത്. ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞതിന് ശേഷം ഞങ്ങളതിന് തൈ ഉണ്ടാക്കും. ആവശ്യമുള്ളവർക്ക് കുറച്ചൊക്കെ തൈകൾ ഉണ്ടാക്കും, കൂടുതലൊന്നും ഉണ്ടാവില്ല. നമുക്ക് അധികം വൈകാതെ തന്നെ ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നമുക്ക് വരാമല്ലേ? തീർച്ചയായിട്ടും. ഇതാണിപ്പോൾ ഇതിൻ്റെ മരത്തിൻ്റെ വണ്ണം കണ്ടില്ല, ഒരു 2-2.5 ഇഞ്ച് വണ്ണം ഉണ്ട്. ഈ ചട്ടിയിലാണ് ഇതിൻ്റെ മരങ്ങളാണ്. ഇനി ഇല എങ്ങനെയാണ് കണ്ടാൽ, ഇല ഒരു ശരിക്കൊരു നോക്കിക്കഴിഞ്ഞാൽ മഴ ആയതുകൊണ്ടാ തോന്നുന്നല്ലോ ഇപ്പോൾ ഒരു കുത്തുകൾ വന്നിട്ടുള്ളത്. അത് മഴ ഉണ്ടായതുകൊണ്ടാണ്. മഴ ഉണ്ടായതുകൊണ്ടുള്ള ആ കുത്തുകളാണ്. ശരിക്കും അതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ പച്ച കളറിൽ വരുന്ന ഇല. ഇതാണ് പച്ച കളറിൽ വരുന്ന ഇല. ഇതാണ് അതിൻ്റെ ഇല. ആർക്കെങ്കിലും അറിയെങ്കിൽ പറയുക, ഞങ്ങൾക്കറിയില്ല പേര്. ജസ്റ്റ് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാട്ടോ. ഇത്രയും വലിപ്പമുള്ള മാങ്ങ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ മുമ്പ് ചെയ്ത നമ്മളെ സൂപ്പർ ക്യൂനാണ് ഇത്ര ഉണ്ടായിരുന്നത്. ഇതൊരു ബോൾ ഷേപ്പാണ്, ഒരു ദീർഘ ബോൾ ഷേപ്പ് എന്നൊക്കെ പറയല്ലോ. അങ്ങനെയുണ്ട്. താഴെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുഴിഞ്ഞു പോയ മാതിരിക്കൊക്കെ ഉള്ള ഒരു മോഡലാണ് വരുന്നത്. നമ്മളെ അത്തിന്റെ പഴുത്ത് നിൽക്കണം, അറേബ്യൻ അത്തി തന്നെ. ജസ്റ്റ് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. തീർച്ചയായിട്ടും പൊട്ടിച്ചു നോക്ക്. പോലെ പഴുത്തിട്ടുണ്ട്. ഒന്നിങ്ങനെ നെക്കിയാൽ അതിങ്ങോട്ട് പൊളിഞ്ഞു വരും. ഒന്ന് കഴിച്ചു നോക്കാം, ഒരു പീസ് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് മധുരം എന്നുള്ളതാ. ഇതിൻ്റെ ഉൾഭാഗമാണിത്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? തീർച്ചയായിട്ടും. അറേബ്യൻ അത്തി അല്ലേ? നല്ല അടിപൊളി മധുരം കേട്ടോ. മധുരം ഉള്ളിലത്തേതാണ് അത്. ആ ഒരു നല്ല സ്വീറ്റ്സ് ആണ്. ഇതാണ് സൂപ്പർ വെറൈറ്റി കേട്ടോ. ചിലപ്പോൾ കായ്ക്കും. തൈകൾ അവിടെ ഉണ്ട്, ഇഷ്ടം പോലെ അത്തിന്റെ തൈകളുണ്ട്. ഇതിനൊക്കെ ചെറുതൈകൾ തൈകളുണ്ട്. ഇതിപ്പോ ഇതിന്റെ ഒക്കെ ആയുസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ട്? ആയുസ് തന്നെ ഈ അത്തിമരത്തിന് എന്ന് പറഞ്ഞാൽ പ്രൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം. കായ് കഴിഞ്ഞാൽ അപ്പോൾ പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അതിന് വേണ്ടത് നല്ല വെയിലാണ്, വെള്ളം ഓവർ പാടില്ല. അതൊക്കെയാണ് ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് കാലം നോക്കും. പിന്നെ മഴ കൊള്ളാതെ നോക്കണതാണ് ഏറ്റവും നല്ലത്. മഴ കൊണ്ടാൽ ഇലകളൊക്കെ പോകും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നനക്കുന്ന സമയത്ത് അതിൻ്റെ മോൾ ഭാഗത്തേക്കൊന്നും വെള്ളം തട്ടിക്കരുത്, അടിയിൽ മാത്രമേ നനക്കാൻ പാടുള്ളൂ. കടയ്ക്ക് മാത്രം വെള്ളം തട്ടിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത്തി നല്ലതാണ്. ഒരു ഔഷധ ഗുണമുള്ള സാധനം കൂടിയാണ് അത്തി. പിന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയും കൂടിയാണ്. അതായത് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ, വെയിലുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടുന്ന 100% വെയിൽ വേണം. നമ്മളെ മൊയ്തീൻ ഖാന്റെ ഈ ഒരു ഫാം നഴ്സറിയിൽ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ച കൂടിയാണ് ഈ ഒരു ചാമ്പ എന്നുള്ളത്. ഇതുണ്ടോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് ചാമ്പയുടെ മുട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത ജനറേഷൻ ആയി വരുന്നുണ്ട്. ഒരു ഓൾ സീസൺ വെറൈറ്റിയും കൂടിയാണ്. ഈ ഒരു പൂ മുതൽ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സമയം ഒരേപോലെ
റിസൾട്ട് കിട്ടുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ഈ ഒരു വെറൈറ്റി. മൊയ്തീൻഖാനോട് തന്നെ ചോദിച്ചു നോക്കാം ഇവിടെ എത്ര ചാമ്പ വെറൈറ്റീസ് ഉണ്ട്. മൊയ്തീൻഖാ എങ്ങനെ ഇവിടുത്തെ വെറൈറ്റീസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ചാമ്പകൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 10-22ഓളം വെറൈറ്റി ഉണ്ട്. പക്ഷേ അതെല്ലാം നല്ലതൊന്നുമല്ല. ഒരു 8 വെറൈറ്റി നല്ല ഐറ്റം ചാമ്പകൾ. അതിൽ ഏറ്റവും നല്ലത് നമ്മൾ ഈ ചാമ്പൊക്കെയാണ്. പിന്നെ ഉമ്മർ ചാമ്പ ഉണ്ട്, പിന്നെ അതും നല്ല ടൈപ്പ് തന്നെയാണ്. പിന്നെ ഡൽഹരി ഉണ്ട്, പിന്നെ തായ് കിങ്കോങ് എന്ന് പറഞ്ഞൊരു ചാമ്പ ഉണ്ട്, പിന്നെ തായ്ലൻഡ് ഗ്രീൻ ഉണ്ട്, പിന്നെ തായ് കിയോജോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുണ്ട്, പിന്നെ അതുപോലെ പേരറിയാത്ത 2 ചാമ്പക്കൾ ഞങ്ങളെടുത്തുണ്ട്. ഇതെല്ലാം നല്ല മധുരവും ടേസ്റ്റും രുചിയും ഒക്കെ ഉള്ള ചാമ്പക്കകളാണ്. അപ്പോൾ അതിനൊക്കെ എല്ലാവരും ഇവിടുന്ന് കൊണ്ടുപോകലുണ്ട്. കൊണ്ടുപോയിട്ട് ഇപ്പോൾ മിഞ്ഞാന്ന് ഇപ്പോൾ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞ് മൂപ്പര് കഴിച്ചിൽ ഏറ്റവും ടോപ്പ് ചാമ്പക്കയാണ് അവിടെ കായ്ച്ചിട്ട്. നമ്മൾ തൈ കൊടുത്ത് കായ്ച്ച് 1.5 വർഷമായിട്ട് കൊണ്ടുപോയിട്ട് പെരിന്തൽമണ്ണ ഉള്ള ആളാണ്. കായ്ച്ചിട്ട് മൂപ്പര് വിളിച്ചിട്ട് പറഞ്ഞ് ഇത്ര ഒരു മധുരമുള്ള ചാമ്പക്ക ഞാൻ കഴിച്ചിട്ടില്ല. മൂപ്പര് എനിക്ക് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ കൊടുത്തവർ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ നമ്മളെ ബുഷ് ഓറഞ്ച് നമ്മളെ എല്ലാ സമയത്തും നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയൊരു സാധനമാണ്. നമ്മളെ ട്രേഡ് മാർക്കാന്നൊക്കെ പറയല്ലേ? ട്രേഡ് മാർക്കാണ്. അത് ഒരു ബുഷ് ഓറഞ്ച് എടുത്ത് തൊലി അടക്കം ജ്യൂസ് അടിച്ച് കൊടുത്താൽ 3 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാം. ആര് ഗസ്റ്റ് വന്നാലും കടയ്ക്ക് വെള്ളത്തിന് ഓടണ്ട, ഇതിമൊന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കുക, തൊലി അടക്കം ജ്യൂസ് അടിച്ച് പഞ്ചസാര ഇടാൻ കൊടുക്കുക. പക്ഷെ മധുരം ഉണ്ടാവില്ല. ഓറഞ്ച് പഞ്ചസാര ഇടണം. നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പുളിയുള്ള ഓറഞ്ച്. മധുരം എന്ന് ഞാൻ പറയില്ല, മധുരം ഉണ്ടാവില്ല, അങ്ങ് കിട്ടിയിട്ടില്ല. പക്ഷെ നല്ല ഫ്ലേവറാണ്. നല്ല സെയിം ഓറഞ്ച് ജ്യൂസ് പഞ്ചസാര ഇട്ടാല് ഓൾ സീസൺ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി നല്ലതാണ്. ആര് ഗസ്റ്റ് എന്നാലും കൊടുത്തവരൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കുടിച്ചു പോകുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഓരോ പ്ലാന്റുകളും ഇവിടെ എല്ലാതും ഫുള്ള് കാഴ്ച കൊടുക്കാൻ വേണ്ടി വെച്ചാവില്ല. ഇതൊക്കെ കൊടുക്കാനുള്ളത് തന്നെ. വൈറ്റ് ഞാവല് ഏറ്റവും ടോപ്പ് മധുരമുള്ള ഒരു ഞാവലാണിത്. ഇതൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് കംപ്ലീറ്റ്. ഇത് ചെറിയ മരമാണ്, പക്ഷെ നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. ഒരു വീടായാൽ നമുക്ക് നട്ടു വളർത്താൻ പറ്റിയ ഒരു ഞാവലാണ് വൈറ്റ് ഞാവലും ബ്ലാക്ക് ഞാവലും. ഏറ്റവും ടോപ്പാണ്, നല്ല മധുരമുണ്ട്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ് ഇതിലുണ്ട് ഡൂബിളി, ഈ വൈറ്റ് ഞാവലിലുണ്ട് ഡൂബിളി. ഇന്ന് എന്നോട് കഴിച്ചിട്ട് ഇത് ഒരാൾ വന്ന് കഴിച്ച് ഇവിടുന്ന് കഴിച്ചപ്പോൾ ആൾ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ഇത്ര മധുരം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതാന്ന് ചോദിച്ചപ്പോൾ അവന് ഏതോ ഇവിടുന്ന് വാങ്ങിയതാണ്, പക്ഷേ ഇത്ര മധുരം ഇല്ല എന്നാണ് മൂപ്പര് സമ്മതിച്ച്. അപ്പോൾ ഇതിലുണ്ട് ഡൂബിളി. അപ്പോൾ അധികം നമ്മുടെ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ ഫാമിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിലും കഴിച്ച് നോക്കി വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഒരു ഭാഗ്യമാണ്, ഏറ്റവും നല്ലതാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഡെലിവറിയും കൊറിയറും നല്ലതല്ല എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് എടുത്ത് നോക്കി കഴിച്ച് നോക്കിയിട്ട് വാങ്ങണേ നമ്മളോട് വരെ തന്നെ വേണ്ടേ. ഇതാണ് ഇപ്പോൾ നമ്മളെ ബേറാപ്പിൾ. ഒരു ചെറിയ ചട്ടിയിലാണ് ഈ കായ്ച്ചിട്ടുള്ളത്. ഇത് വലുതായി വരണുള്ളൂ. സെയിം ആപ്പിളിൻ്റെ വലിപ്പത്തിലായി വരും. ഇതാണ്ട നല്ല വലിപ്പമുണ്ടല്ലേ? അത് വലിപ്പം വെക്കണുള്ളൂ, ഇനി ആവണുള്ളൂ. ആളുകൾ പറയും ബേറാപ്പിൾ കായ് പിടിക്കണില്ല എന്ന്. ഇത് കണ്ട, ഇതിലൊക്കെ അത് കായ് പിടിച്ച് വരികയാണ്. ഇതിൻ്റെ അടിയിൽ ഇതാ കായ് പിടിച്ച് വരണേ. ഇവിടെയൊക്കെ കായ് പിടിച്ച് വരികയാണ്. ഇതൊക്കെ കായ് പിടിച്ച് വരികയാണ്. നല്ല റിസൾട്ട് ആണല്ലോ. അതായത് നല്ല തൈയാണെങ്കിൽ കായം പിടിക്കും, ഒക്കെ ഉണ്ടാവും. റിസൾട്ട് കിട്ടും. ഇതിന്റെ തൈകൾ കൊടുക്കുന്നുണ്ട്. ഇതേ മോഡല് കായ്ക്കും. ഒരു ചട്ടിയിൽ നട്ടാൽ മതി. ഈ തൈയൊക്കെ കൊടുക്കാനുള്ളതാണോ? ഈ തൈയൊക്കെ കൊടുക്കാനുള്ളതിന് വേറെ ഉണ്ട് അവിടെ ഇഷ്ടംപോലെ തൈകളുണ്ട്. നമ്മളെടുത്ത് ഇതിന്റെ നമ്മളെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള മാങ്ങന്റെ ജ്യൂസാണ് ഇത് അല്ലേ? ഏതാ വെറൈറ്റി ഇത്? അയച്ച് കുടിച്ചിട്ട് പറയ് എങ്ങനെയുണ്ട് ഇത്. അത് അടിപൊളി ജ്യൂസ്. അടിപൊളിയല്ലേ? അടിപൊളി. നാടൻ മാങ്ങ നല്ല കൊലകൊലായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. ആ മാങ്ങ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ തന്നെ ഉണ്ട്. പൊട്ടിച്ച് വെച്ചത് ആണ്. നമ്മളെ എല്ലാവരും നമ്മളെ മുട്ടിക്കുടിയ മാങ്ങ എന്നറിയില്ലേ? ചപ്പി കുടിക്കുന്ന ടൈപ്പ്. ചപ്പി കുടിക്കുന്ന, അതായത് ഇപ്പം എന്താ പറയുക, ചക്കരക്കുട്ടി എന്ന് പറഞ്ഞ മാങ്ങയാണിത്. പക്ഷെ നല്ല കുഞ്ഞതാണ്. പക്ഷെ കടും മധുരമാണ്. ഇപ്പൊ കുടിച്ചപ്പോ കണ്ടില്ലേ, നല്ല മധുരം. ഗോലക്ക് എന്ന് പറയും. പുതിയതായിട്ട് അറിഞ്ഞ വിവരം നാംഡോക്കുമൈൻ്റെ മൺ എന്ന് പറഞ്ഞ വെറൈറ്റി ആണെന്ന് പറഞ്ഞു. അത് തന്നെയാണോ? അത് ഇതാണ്. ഇപ്പൊ ഇത് ഇതിന്റെ ഇവിടെ എത്രണ്ട് മാങ്ങതാ. ഇപ്പോൾ എത്രണ്ട് മാങ്ങ. മൺ എന്ന് പറഞ്ഞ വെറൈറ്റി നാംഡോക്കുമൈ മൺ, അതായത് ഗോലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ്. അതിൻ്റെ ഈ പ്രത്യേകത കണ്ടാ, നാംഡോക്കുമൈൻ്റെ അതേമാതിരിയാണ് ഇതിൻ്റെ ഇത് വരണത്. ഈ മരം ഞങ്ങളെടുത്ത് ഒരു 8 വർഷമായിട്ട് 4ാമത്തെ പ്രാവശ്യമാണ് കായ്ക്കുന്നത്. ഈ മാങ്ങ ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ചൊക്കെ പൊട്ടിച്ച് ഡ്രമ്മിൽ നമ്മൾ തെറ്റിയതാണ്. അതെ. ഒരു 3.5-4 ഇഞ്ചിൻ്റെ അടുത്ത് വണ്ണമുണ്ട് മരം. നമ്മളെ മൊയ്തീൻ ഖാൻ്റെ ഫാം നഴ്സറിയിലെ കോട്ടൂർ കോൺ കേട്ടോ. നമ്മളെ തിരുവനന്തപുരത്തര മാങ്ങയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നത്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല കളറും ഉണ്ട് കാണാൻ. കഴിച്ചിട്ട് വിവരം പറയും.
കണ്ടോ ഇതിന്റെ ഉൾവശം വരുന്നത് അയ്യ അത്യാവശ്യം നാരുള്ള ഒരു വെറൈറ്റി ആണല്ലോ ഇത്. ആ നാരുണ്ട് നാരുണ്ട്, എന്നാലും നമ്മളെ ചെറിയ നാരുള്ളൂ. ചെറിയ നാരുള്ളൂ. നമുക്ക് കട്ട് ചെയ്ത് ജസ്റ്റ് നോക്ക്. ആധികാരികതായിട്ടുള്ള ആ രീതിയിൽ കിട്ടുമോ നോക്കൊന്ന്. നാര് ഇത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നാരുണ്ട് കേട്ടോ, അത് നാരുണ്ട്, ചെറിയൊരു നാരുണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് മറച്ചു നോക്കല്ലേ എങ്ങനെ. അയ്യ മധുരം എങ്ങനെയുണ്ട്? അടിപൊളി മധുരം കേട്ടോ, ആ സൂപ്പറാണ്. നല്ല അടിപൊളി മധുരമുള്ള ഒരു വെറൈറ്റിയും കൂടിയാണ്.